വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൾ പിയേഴ്സൺ കോ എഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾക്ക് അതിന്റെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതായത് നമ്മൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എങ്ങനെയാണ് പറഞ്ഞത്? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ divided by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. അപ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ചേഞ്ച് ഇൻ ഒറിജിൻ. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ വാല്യൂ എന്താണ് വാരിയബിളിന്റെ എല്ലാ ഐറ്റംസിന്റെ കൂടെ ആഡ് ചെയ്യോ കുറയ്ക്കോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഞാൻ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഒറിജിൻ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾക്ക് ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന അങ്ങനെ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഒറിജിൻ ആണെങ്കിൽ നമ്മൾ ഈ സിഗ്മ എക്സ് വൈയുടെ സ്ഥാനത്ത് ഈ ഫോർമുലയിൽ നമ്മൾ ഡി എക്സ് ഡി വൈ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ കുറച്ചത്. ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ കുറച്ചത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഫോർമുലയിൽ എക്സ് വൈയുടെ സ്ഥാനത്ത് ഡി എക്സ് ഡി വൈ എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അസ്യൂംഡ് മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇങ്ങനെയാണ്: n ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. നമ്മൾ എക്സ് വൈ എന്നൊക്കെ എഴുതി കൊടുത്ത് എന്ത് ചെയ്താണ്? ഡി എക്സ് ഡി വൈ എന്ന് എഴുതാണ്. ഈ ഡി എക്സ് വൈ എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ ആണ്, നമ്മൾ ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കാറ്. ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് നമ്മുടെ എക്സ് എന്ന വാരിയബിളിൽ നിന്ന് കുറച്ചിട്ടുള്ള ആ ഫിഗറിനെയാണ് നമ്മൾ ഡി എക്സ് ഡി വൈ എന്നുള്ളത് പറയാം. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം വെച്ച് അനലൈസ് ചെയ്യാം. ജസ്റ്റ് നോക്കാം. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫ്രം ഫോളോയിങ് ഡാറ്റ യൂസിങ് 44 and 26 respectively as origin of x and y. ഇങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ 44 x and y ആണ്. എക്സിന്റെ ഒറിജിൻ 44 റെസ്പെക്റ്റീവ്ലി ആണ്, വൈയുടെ ഒറിജിൻ 26. അതായത് എക്സിൽ നിന്ന് 44 കുറയ്ക്കുക. അപ്പൊ നമ്മൾ ഡി എക്സ് യൂസിങ് ആസ് ഒറിജിൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല ഉപയോഗിക്കേണ്ടത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ആ മോഡിഫൈഡ് വേർഷൻ ആണ്. ഡി എക്സ് ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞില്ലേ, അതാണ്. ആ ഡി എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ആണ്. എക്സിന്റെ അസ്യൂംഡ് മീൻ 44. ഡി വൈ കാണാനുള്ളതോ വൈ മൈനസ് അസ്യൂംഡ് മീൻ ആണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്ത ടേബിൾ തന്നിട്ടുണ്ട്, എക്സ് എന്ന വാരിയബിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈ എന്ന വാരിയബിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂസ് മൊത്തം എഴുതുക. എക്സ് 43, 44, 46, 40, 44, 42, 45, 42, 38, 40, 42, 57. വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 29, 31, 19, 18, 19, 27, 27, 29, 41, 30, 26, 10. ഇനി നമുക്ക് അസ്യൂംഡ് മീൻ ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഡി എക്സിന്റെ കോളം എഴുതുക. ഡി എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് മൈനസ് അസ്യൂംഡ് മീൻ. ഇവിടെ അസ്യൂംഡ് മീൻ എത്ര തന്നിരിക്കണത്? അല്ലെങ്കിൽ ഒറിജിൻ ആയിട്ട് ഏത് ഡാറ്റ ഉപയോഗിക്കാനാ പറഞ്ഞിരിക്കുന്നത്? 44 ആണ് അല്ലെ. എക്സ് ആൻഡ് 26 റെസ്പെക്റ്റീവ്ലി ആസ് ഒറിജിൻ ഓഫ് എക്സ്. എക്സിന്റെ ഒറിജിൻ 44, വൈയുടെ ഒറിജിൻ 26. അപ്പൊ എക്സ് മൈനസ് ഒറിജിൻ 43 മൈനസ് 44 മൈനസ് 1, 44 മൈനസ് 44 0, 46 മൈനസ് 44 2, 40 മൈനസ് 44 മൈനസ് 4, 44 മൈനസ് 44 0, 42 മൈനസ് 44 മൈനസ് 2, 45 മൈനസ് 44 1, 42 മൈനസ് 44 മൈനസ് 2,
38 മൈനസ് 44 മൈനസ് 6, 40 മൈനസ് 44 മൈനസ് 4, 42 മൈനസ് 44 മൈനസ് 2, 57 മൈനസ് 44 13. ഇങ്ങനെയാണ് dx കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സിന്റെ ഓരോ വാല്യൂവിൽ നിന്നും ആ ഒറിജിൻ ഓഫ് എക്സ് ഡിഡക്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, dx. ചില കേസിൽ അത് അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടാവും. അപ്പൊ അത് എന്താണെങ്കിലും ഒറിജിനോ എക്സ് മൈനസ് ഒറിജിൻ ഓഫ് എക്സ് ആണ് എന്ത്, dx എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മൾ y കണ്ടുപിടിക്കണം. y മൈനസ് ഒറിജിൻ ഓഫ് y, yയുടെ ഒറിജിൻ എത്ര, 26. അപ്പോ dy എന്ന് പറയുന്നത് y മൈനസ് 26. അപ്പൊ നമുക്ക് dy കണ്ടുപിടിക്കണം. 29 minus 26 3, 31 minus 26 5, 19 minus 26 minus 7, 18 minus 26 minus 8, 19 minus 26 minus 7, 27 minus 26 1, 27 minus 26 1, 29 minus 26 3, 41 minus 26 15, 30 minus 26 4, 26 minus 26 0, 10 minus 26 minus 16. അപ്പൊ അങ്ങനെ നമ്മൾ dxഉം dyയും കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമുല എന്താണ്, ഒറിജിൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, n into sigma dx dy minus sigma dx into dy divided by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. ഇവിടെ നമുക്ക് എന്ത് വേണം, സിഗ്മ dx dy വേണം. നമ്മൾ x into y ആണ് കണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, x into y യുടെ കോളം കാൽക്കുലേറ്റ്, ഇവിടെ ആകുമ്പോ എന്താണ് dx into dy ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാത്രം. അപ്പൊ dx into dy എന്ന് അടുത്ത കോളം, dx into dy minus 1 into 3 minus 3, 0 into 5 0, 2 into minus 7 minus 14, minus 4 into minus 8 32, 0 into minus 7 0, minus 2 into 1 minus 2, 1 into 1 1, 2 into 3 minus 6, minus 6 into 15 minus 19, minus 4 into 4 minus 16, minus 2 into 0 0, 13 into minus 16 208. അപ്പോൾ dx dy നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. we need sigma dx dy. അപ്പൊ ഈ കോളം ടോട്ടൽ ചെയ്യുക, 3 minus 3 plus ഒക്കെ നെഗറ്റീവ് വാല്യൂസ് ആണ്, ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പൊ മൈനസ് 3 പ്ലസ് മൈനസ് 14, പിന്നെ എന്താണ് മൈനസ് 6 മൈനസ് 19 മൈനസ് 16, ഇതൊക്കെയാണ് നെഗറ്റീവ് വാല്യൂ. അത് ആഡ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് വാല്യൂസ് ഏതൊക്കെയാണ്, 32 പ്ലസ് 33 ആണ് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ ആ നെഗറ്റീവ് വാല്യൂന്ന് നമ്മുടെ ആ പോസിറ്റീവ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോളത്തിന്റെ ടോട്ടൽ കിട്ടും. അപ്പൊ എത്രയാണ്, 306. ഇനി dx സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് സിഗ്മ dx into dy ആണ് അടുത്ത ഫോർമുലയിൽ വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, dx ന്റെ ടോട്ടലും dy യുടെ ടോട്ടലും കണ്ടുപിടിക്കുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ. അത് എത്രയാണ്, -5 ആണ് dx ന്റെ ടോട്ടല്, dy യുടെ ടോട്ടല് -6. ഇനി നമുക്ക് വേണ്ടത് ഫോർമുല എന്താ, റൂട്ട് ഓഫ് n into സിഗ്മ dx സ്ക്വയർ ആണ്, dx ന്റെ സ്ക്വയറിന്റെ ടോട്ടൽ. അപ്പൊ അടുത്ത കോളം dx സ്ക്വയർ, അതിന്റെ സ്ക്വയർ dx -1 ന്റെ സ്ക്വയർ 1, 0 യുടെ സ്ക്വയർ 0, 2 യുടെ സ്ക്വയർ 4, 4 ന്റെ സ്ക്വയർ 16, 0 ന്റെ സ്ക്വയർ 0, -2 ന്റെ സ്ക്വയർ 4, 1 ന്റെ സ്ക്വയർ 1, -2 ന്റെ സ്ക്വയർ 4, 6 ന്റെ സ്ക്വയർ 36, 4 ന്റെ സ്ക്വയർ 16, 2 ന്റെ സ്ക്വയർ 4, 13 ന്റെ സ്ക്വയർ 169. ഇനി dx ന്റെ ഈ കോളം ടോട്ടൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 255. ഇനി അതുപോലെ dy യുടെ സ്ക്വയർ വേണ്ടേ, അപ്പൊ dy യുടെ സ്ക്വയർ 3 യുടെ സ്ക്വയർ 9, 5 യുടെ സ്ക്വയർ 25, 7 ന്റെ സ്ക്വയർ 49, 8 ന്റെ സ്ക്വയർ 64, 7 ന്റെ സ്ക്വയർ 49, 1 ന്റെ സ്ക്വയർ 1, 1 ന്റെ സ്ക്വയർ 1, 3 യുടെ സ്ക്വയർ 9, 15 ന്റെ സ്ക്വയർ 225, 4 ന്റെ സ്ക്വയർ 16, 0 0, 16 ന്റെ സ്ക്വയർ 256. ആ കോളം ടോട്ടൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 704. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി. ഒറിജിൻ ഓഫ് മീൻ വെച്ചിട്ട് കാണാനുള്ള ഫോർമുല എന്താണ്, n into sigma dx dy minus sigma dx into dy divided by root
root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. ഇനി n എത്രയാണ്, ഈ x എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 എക്സും വൈയും 12. അപ്പൊ n എത്രയാണ് 12 ഇൻറ്റു സിഗ്മ dx dy. dx dy യുടെ ടോട്ടൽ എത്രയാണ് -306. അപ്പൊ -306 മൈനസ് ബ്രാക്കറ്റ് സിഗ്മ dx എത്രയാ -5 ഇൻറ്റു സിഗ്മ dy എത്രയാ -6 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n എത്രയാ 12 ഇൻറ്റു സിഗ്മ dx സ്ക്വയറിന്റെ സിഗ്മ എത്രയാണ് 255 മൈനസ് സിഗ്മ dx ഹോൾ സ്ക്വയർ, സിഗ്മ dx -5ന്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n 12 ഇൻറ്റു സിഗ്മ dy സ്ക്വയറിന്റെ ടോട്ടൽ എത്ര 704 മൈനസ് സിഗ്മ dy ഹോൾ സ്ക്വയർ, സിഗ്മ dy -6 ഹോൾ സ്ക്വയർ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 12 ഇൻറ്റു -306. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടി ഗുണിച്ചാൽ -3672 ആണ്. മൈനസ് 5 ഇൻറ്റു 6, രണ്ട് പോസിറ്റീവ് ആവുമ്പോൾ 36 പോസിറ്റീവ്, പക്ഷെ 36. അപ്പോൾ എന്താണ് 3672 മൈനസ് രണ്ടും പോസിറ്റീവ് ആയ കാരണം പോസിറ്റീവ് വരും 30. അപ്പോൾ 3672 മൈനസ് 30 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 255 3060 മൈനസ് 25 ഇൻറ്റു റൂട്ട് ഓഫ് അടുത്തത് 12 ഇൻറ്റു 704 8448 മൈനസ് എത്രയാണ് ആറിന്റെ സ്ക്വയർ 36. 3672 മൈനസ് 30 ഇതാകുമ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നമാണ് കേട്ടോ ഇടേണ്ടത്. ഇവിടെ നെഗറ്റീവ് മിസ്സിംഗ് ആണ്. 3672 മൈനസ് 30 എന്ന് പറയുമ്പോൾ -3702 ആണ്. അവിടെ ആ ചിഹ്നം മിസ്സിംഗ് ആണ്, കാര്യമാക്കണ്ട. ഡിവൈഡഡ് ബൈ 306 മൈനസ് 25 റൂട്ട് ഓഫ് 3035 8448/36 റൂട്ട് ഓഫ് 8412 3702ന്റെ അത് കണ്ടുപിടിക്കുമ്പോൾ -0.73 ആണ് വരിക. കാരണം ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇതവിടെ വിട്ടുപോയതാണ് കേട്ടോ. -0.73, അതായത് നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ നമ്മള് എക്സിൽ നിന്ന് dx കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ dxന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഡിവൈയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിന്റെ സിഗ്മ കണ്ടുപിടിക്കുക. ജസ്റ്റ് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഇൻ എ കോറിലേഷൻ അനാലിസിസ് ഓഫ് 13 പെയർസ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, 13 പെയർ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, എന്ന് പറയുന്നത് 13 ആണ്. The following values are obtained. Sum of deviation of x and y values. അതായത് സം ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ വാല്യൂസ് ആണ്. അതായത് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത് എന്തെന്നുള്ളത്. അപ്പോ എന്താണ് -117 ആൻഡ് -260. എക്സിന്റെ ഡീവിയേഷൻ വാല്യൂ -117, വൈയുടെ -260. ഇത് dx -117, dy -260. അതിവിടെ എഴുതിയാൽ മതി സൈഡില്. എന്നെ നമ്മൾ പറഞ്ഞു എത്രയാണ് 13. സിഗ്മ dx എത്രയാണ്, ഡീവിയേഷൻ ഓഫ് എക്സ് -117, ഡീവിയേഷൻ ഓഫ് വൈ -260, സിഗ്മ dy. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ്, അതായത് എക്സിന്റെ ഡീവിയേഷന്റെ സ്ക്വയറിന്റെ സം, അതായത് dx സ്ക്വയർ ആൻഡ് dy സ്ക്വയർ എത്രയാണ്, y വാല്യൂസ് ആർ 1313, dx സ്ക്വയർ 1313, dy സ്ക്വയർ 6580. ഇനി സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ വാല്യൂ ഈസ്, അതായത് ഡീവിയേഷന്റെ പ്രൊഡക്റ്റുകൾ dx ഇൻറ്റു dy എത്രയാണ് 2827. ഫൈൻഡ് ദ കോവിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ കോവിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്താണ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. n ഇൻറ്റു സിഗ്മ dx ഇൻറ്റു dy. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് deviation of x and y value minus sigma dx into sigma dy divided by root of n into sigma dx square minus sigma dx whole square into root of n into sigma dy square minus sigma dy whole square. ഇനി dx n into sigma dx dy n എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു 13 into dx into dy sum of the product of deviation of x and y values എത്രയാണ് 2827.
മൈനസ് സിഗ്മ ഡി എക്സ് ഡീവിയേഷന്റെ സം എത്രയാന്ന് പറഞ്ഞാൽ 117 ഇൻറ്റു ഡി വൈ എത്രയാണ് -260 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ എത്രയാണ് 13 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ ന്റെ സം എത്രയാന്നാ പറഞ്ഞത് 1313 മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ സിഗ്മ ഡി എക്സ് എത്രയാണ് -117ന്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ 13 ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ എത്രയാണ് സിഗ്മ ഡി വൈ സ്ക്വയർ 6550 മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ സിഗ്മ ഡി വൈ എത്രയാണ് -260ന്റെ സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 0.813 ആണ് കിട്ടുക 0.813 ആണ് ആൻസർ കിട്ടുക 0.813. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഇതാക്കാനേ ഉള്ളൂ. നമ്മൾ ഡീവിയേഷൻ കാണുക, ബാക്കിയൊക്കെ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്കറിയാം നമ്മള് എന്താണ് the sum of the deviation of x from its actual mean എത്രയായിരിക്കും 0 ആയിരിക്കും. x മൈനസ് എക്സ് ബാറും y മൈനസ് y ബാറും എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഒരു ഡിസ്ട്രിബ്യൂഷനില് അതായത് എക്സിന്റെ അത് എക്സ് ആൻഡ് വൈ ആണല്ലോ ഈ എക്സിന്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക സിഗ്മ എക്സ് ബൈ എൻ അതായത് ഇപ്പൊ ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ 150/10 18 അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 12 മൈനസ് 18 20 മൈനസ് 18 അങ്ങനെ കിട്ടുന്ന ഈ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും 0 ആണ്. അപ്പോൾ ഒരു വാരിയബിളിന്റെ ആ ഡിസ്ട്രിബ്യൂഷനിലെ ആക്ച്വൽ മീനിൽ നിന്നുള്ള വാരിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. എക്സ് മൈനസ് എക്സ് ബാറിന്റെ സമ്മ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ആക്ച്വൽ മീനിൽ നിന്നാണ് ഡീവിയേഷൻ എങ്കിൽ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കോറിലേഷൻ കോഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല എളുപ്പമാവും. എന്താന്ന് വെച്ചാൽ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. ആക്ച്വൽ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ കണ്ടിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ കോറിലേഷൻ കാണാനുള്ള ഫോർമുല സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ. എന്റെ പ്രോബ്ലം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ആ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇന്നത്തേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് നോർമൽ മെത്തേഡിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതൊന്ന് നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.